നമസ്കാരം. കരുണ്യ ഫിനാൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിൽപ്പത്രം എന്താണ്, എന്തുകൊണ്ടാണ് അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിയമരേഖയായി കണക്കാക്കപ്പെടുന്നത്, ഭൂമിയോ വീടോ വാങ്ങുന്ന ഓരോ വ്യക്തിയും വിൽപ്പത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. പലരും കരുതുന്നത് പണം നൽകി ഭൂമി വാങ്ങിയാൽ ഉടമയായി എന്നതാണ്. എന്നാൽ നിയമപരമായി ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രം. ഒരു ഭൂമിയോ വീടോ നിയമാനുസൃതമായി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നതിന്റെ ഔദ്യോഗിക രേഖയാണ് വിൽപ്പത്രം. വിൽപ്പത്രത്തിൽ സാധാരണയായി വിൽക്കുന്ന വ്യക്തിയുടെ വിവരങ്ങൾ, വാങ്ങുന്ന വ്യക്തിയുടെ വിവരങ്ങൾ, വസ്തുവിന്റെ സർവേ നമ്പർ, റീസർവേ നമ്പർ, വിസ്തീർണം, അതിരുകൾ, കെട്ടിടത്തിന്റെ വിവരങ്ങൾ, വില, പണം കൈമാറിയ രീതി, ഇരക്ഷികളുടെയും സമ്മതം എന്നിവ രേഖപ്പെടുത്തപ്പെടുന്നു. വിൽപ്പത്രം തയ്യാറാക്കുക മാത്രം പോരാ. അത് നിയമപ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷമാണ് ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് ശക്തമായ നിയമപരമായ തെളിവ് ലഭിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രം ഉണ്ടായാൽ ബാങ്ക് വായ്പ ലഭിക്കാൻ സഹായകരമാകും. ഭൂമി വീണ്ടും വിൽക്കാനും സമ്മാനമായി നൽകാനും അവകാശികൾക്ക് കൈമാറാനും സർക്കാർ ഓഫീസുകളിൽ ഉടമസ്ഥാവകാശം തെളിയിക്കാനും ഇത് പ്രധാന രേഖയായി ഉപയോഗിക്കുന്നു. വിൽപ്പത്രം തയ്യാറാക്കുന്നതിനു മുമ്പ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ, എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്, ഭൂനികുതി രേഖകൾ, സർവേ വിവരങ്ങൾ, കെട്ടിട നികുതി വിവരങ്ങൾ എന്നിവ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഭാവിയിൽ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വിൽപ്പത്രമുണ്ടെങ്കിലും പിന്നീട് പഞ്ചായത്തിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുക, റവന്യൂ രേഖകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക, നികുതികൾ പുതിയ ഉടമയുടെ പേരിൽ അടയ്ക്കുക തുടങ്ങിയ നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. വിൽപ്പത്രവും ഒരുപോലെയല്ല. വിൽപ്പത്രം ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്റെ സ്വത്ത് വില വാങ്ങി മറ്റൊരാൾക്ക് കൈമാറുന്ന രേഖയാണ്. എന്നാൽ വിൽപ്പത്രം ഒരാൾ മരണാനന്തരം തന്റെ സ്വത്ത് ആർക്കാണ് ലഭിക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തുന്ന നിയമരേഖയാണ്. ഈ രണ്ടും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അടുത്ത വീഡിയോയിൽ കേരളത്തിൽ നിലവിലുള്ള വിവിധ തരത്തിലുള്ള വിൽപ്പത്രങ്ങളെക്കുറിച്ചും ഓരോന്നും എപ്പോൾ ഉപയോഗിക്കുന്നു എന്നതും വിശദമായി നോക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള നിയമ, ധനകാര്യ, സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ വിവരങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ. നന്ദി.